അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ നബീന മുഹമ്മദ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, സഹോദരങ്ങളെ, ഇന്ന് ഇസ്ലാഹ് പാഠശാല ഒരു പ്രധാനപ്പെട്ട വ്യക്തിയുമായിട്ട് അഭിമുഖ സംഭാഷണം നടത്താണ്. സഹോദരന്മാരെ, ഇവിടെ ഒരു ഇന്റർവ്യൂ ഇപ്പോൾ ഇങ്ങനെ വ്യാപകമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സാലിഷ് വാടാനപ്പള്ളി സാജിദ് തിരുരങ്ങാടിയെ ഇരുത്തി ഒരു ഇന്റർവ്യൂ നടത്തുന്ന ഒരു രംഗമാണ് ഇനി വരുന്നത്. പക്ഷേ അതിനു മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, സഹോദരന്മാരെ, ഇവിടെ ഇസ്ലാഹി പ്രസ്ഥാനത്തിൽ നിന്ന് സമസ്ത ഉണ്ടായതും ജമാഅത്തെ ഇസ്ലാമി ഉണ്ടായതും അതേപോലെ ചേകനൂരികൾ വന്നതും മടവൂരികൾ വന്നതും ഇപ്പോൾ നമ്മളെ നവമടവൂരികൾ വന്നതൊക്കെ ഈ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ കൂട്ടായ്മയിൽ നിന്ന് തന്നെയാണ്. അവരൊക്കെ ഈ പ്രസ്ഥാനം വിട്ടിട്ട് പിന്നെ ഈ പ്രസ്ഥാനത്തിനെതിരെ പല തരത്തിലുള്ള ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ ഉന്നയിക്കാറുണ്ട്. ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തു പോയ എത്ര ആൾക്കാർ ഇസ്ലാമിനെതിരെ എന്തെല്ലാം ആക്ഷേപങ്ങളും ആരോപണങ്ങളും, ഇപ്പോൾ ജാമിയ നദവിയിൽ പഠിച്ച ജാമിദ ടീച്ചറാണ് പുറത്തു പോയിട്ട് എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത്. അപ്പോൾ അതുകൊണ്ടൊന്നും ഇസ്ലാമിനോ ഇസ്ലാഹി പ്രസ്ഥാനത്തിനോ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ആദർശത്തിനെയോ ഒരു കോട്ടവും സംഭവിച്ചിട്ടില്ല എന്ന യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണം. ഒരു 1-2 ഇൻ്റർവ്യൂ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എല്ലാവർക്കും നമസ്കാരം. മതം വിട്ട പെണ്ണുങ്ങൾ ഇനി സംസാരിക്കട്ടെ എന്ന ഈ പരിപാടിയിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ നാളുകൾക്ക് ശേഷമാണ് വളരെ കഷ്ടപ്പെട്ട് മറ്റൊരു വനിതയെ നമ്മൾ തപ്പി കണ്ടുപിടിച്ചിരിക്കുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ ചില കാരണങ്ങൾ കൊണ്ട് അവർക്ക് മുഖം കാണിച്ച് സംസാരിക്കാനുള്ള ചില തടസ്സങ്ങളുള്ളത് കൊണ്ട് ഇന്ന് ശബ്ദം മാത്രമാണ് നമ്മൾ കേൾക്കുകയുള്ളൂ. ഇത് ഇപ്പോൾ ഒരു മതം വിട്ട പെണ്ണ്. ഇനി വേറൊന്ന് കണ്ടോളി നിങ്ങൾ. ഈ സെക്ഷന് നമ്മൾ പേരിട്ടിരുന്നത് മുർത്തദുകളോട് ചോദിക്കാന്നാണ്. മുർത്തദ് എന്ന് പറഞ്ഞാൽ അറിയാത്ത ആളുകൾ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല, ചിലപ്പോൾ അത് അവർക്കൊരു വിശദീകരണം തരാം. ഇസ്ലാം മതം ഉപേക്ഷിച്ച ആളുകളെയാണ് മുർത്തദ് എന്ന് പറയുന്നത്. നമ്മൾ 3 മുഴുത്ത മുർത്തദുകളെ കിട്ടിയിട്ടുണ്ട് എന്നാണ് അഡ്വർടൈസ്മെന്റ് ചെയ്തിരുന്നത്. ഇന്ന് നമുക്ക് 3 അല്ല 4 അല്ല 5 മുർത്തദുകളുണ്ട്, ഞാനടക്കം. ഇതാണ് സഹോദരന്മാരെ, യഥാർത്ഥ ആദർശം വിട്ട് പുറത്തു പോയാൽ അവരെ കൊണ്ടു നടക്കാനും അവരെ ഇന്റർവ്യൂ ചെയ്യാനും അവരെ ഏറ്റെടുക്കാനുമൊക്കെ പല സംഘടനകളും ഇന്ന് യഥേഷ്ടമുണ്ട്. എന്നാൽ അവരൊക്കെ പുറത്തു പോയിട്ട് പറയുന്നതും അവരുടെ അനുഭവങ്ങളാണ്, അവർക്കുണ്ടായ അനുഭവങ്ങളാണ് അവർ പറയുന്നത്. അതൊക്കെ ഇസ്ലാമിനെ, യഥാർത്ഥ ആദർശത്തെ, യഥാർത്ഥ വിശ്വാസത്തെ കളിയാക്കാനും പരിഹസിക്കാനുമാണ് അവരൊക്കെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നിട്ടും ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ഇസ്ലാമിൻ്റെ ആദർശത്തെ ഒന്ന് പോറലേൽപ്പിക്കാൻ ഒരുത്തനും സാധ്യമല്ല. അതിന് ഒരിക്കലും കഴിയില്ല. ഇത് അള്ളാഹുവിൽ നിന്ന് വന്നിട്ടുള്ള ദീനാണ്. ആ ദീനിനെ ആര് എവിടെ എന്തൊക്കെ എങ്ങോട്ടൊക്കെ പോയാലും ശരി, അതിനെ നിലനിർത്താൻ ഒരു കൊച്ചു സംഘം ഇവിടെ ഉണ്ടാവും. ഇത് ലോകാവസാനത്തിൻ്റെ സമയത്ത് തീക്കണൽ കയ്യിൽ പിടിച്ചതുപോലത്തെ അനുഭവം നമുക്കുണ്ടാകും എന്നതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ഇതുപോലുള്ള പല വ്യക്തികളും അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് ചാടി, ഇത് രാഷ്ട്രീയ ഭൗതിക താല്പര്യങ്ങൾക്ക് വേണ്ടി രാഷ്ട്രീയ സംഘടനകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ, ഇപ്പോൾ BJP ഇങ്ങോട്ട് കോൺഗ്രസിലേക്ക്, കോൺഗ്രസിൽ നിന്ന് അങ്ങോട്ട് BJPക്ക്, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചാടിക്കളിക്കുന്ന ആളുകളുണ്ടാവും. അതൊക്കെ ഭൗതികമായ താല്പര്യങ്ങളാണ്. എന്നാൽ തൗഹീദും ഷിർക്കും, ഇന്നലെ തൗഹീദായത് ഇന്ന് ഷിർക്കാണെന്ന് പറയാൻ പറ്റില്ല. ഇന്ന് ഷിർക്കായത് നാളെ തൗഹീദാണെന്ന് പറയാൻ പറ്റില്ല. അത് മാറ്റം ഉണ്ടാവില്ല ഒരു കാലത്തും. അത് 1-ാം തീയതി മുതൽ ലോകാവസാനം വരെ ഒന്നായിരിക്കും. അതുകൊണ്ട് ഇത്തരം ആളുകൾക്ക് ഇങ്ങനെ പുറത്തു പോയി കഴിഞ്ഞാൽ, ഇസ്ലാമിനെ വിമർശിച്ചുകൊണ്ട് പുറത്തു പോയി കഴിഞ്ഞാലുള്ള സംഗതികൾ എന്താണ് എന്നത് അത് ആകാശത്ത് നിന്ന് വീണവനെ പോലെയാണ്. പിന്നെ പരസ്പര വൈരുദ്ധ്യങ്ങളിലാണ് ഇവർ ചെന്നുപെടുക എന്നതും കൂടിയും ഒരു 1-2 ക്ലിപ്പുകളിൽ നമുക്കൊന്ന് കാണാം. അത് തന്നെയാണ് ഇനി ഇവിടെ സംഭവിക്കാൻ പോകുന്നതും. ആരൊക്കെ എവിടെയൊക്കെ എങ്ങോട്ടൊക്കെ പോയാലും ശരി, അതുകൊണ്ടൊന്നും ഖുർആനും സുന്നത്തും അത് സലഫു സാലികളും മനസ്സിലാക്കിയ മാർഗവും അത് വിട്ട് ആര് എങ്ങോട്ട് പോയാലും പരസ്പര വൈരുദ്ധ്യങ്ങളിൽ ചെന്ന് ചാടും എന്നതൊരു യാഥാർത്ഥ്യമാണ്. അതാണ് നമ്മൾ ഇവിടെ ഇതിനു മുമ്പൊക്കെ ഇവിടെ കേൾപ്പിക്കുകയും പറയുകയും ചെയ്തിട്ടുള്ളത്. അത് തന്നെയാണ് ഇനി സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഏതെങ്കിലും ഒരാളുടെ ഇപ്പോഴത്തെ ഈ സാജിദ് തിരുരങ്ങാടി ഈ അടുത്ത കാലത്തൊന്നുമല്ല ഇസ്ലാഹി മുജാഹിദ് പ്രസ്ഥാനം വിട്ടുപോയത്. ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ യഥാർത്ഥ അഖീദയിൽ നിന്ന് അയാൾ പോയിട്ട് കാലം കുറേയായി. അയാൾ കുറേ കറങ്ങി ചുറ്റിയടിച്ച് വന്ന് ഇപ്പോൾ ആണ് നമ്മുടെ KNM സംഘടനയൊക്കെ കിട്ടുന്നത്.
KNM എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കേണ്ട, അത് നമ്മളെ കേരള നവമടവൂരികൾ എന്നാണ് നമ്മൾ KNM എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ 1-2 ക്ലിപ്പ് കൂടി കേൾക്കിങ്ങൾ. ഐ ആം വെരി സീരിയസ്. എന്നെ പഠിപ്പിച്ചിരുന്നു നിങ്ങൾ ആരും ഇന്ത്യൻ ആർമിയിൽ വർക്ക് ചെയ്യരുത്. കാരണം എന്താ, പാകിസ്ഥാനിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും നുഴഞ്ഞു കയറുന്ന ടെററിസ്റ്റുകളെ നിങ്ങൾക്ക് വെടിവെക്കേണ്ടി വരും. അവരെല്ലാം വിശ്വാസികളല്ലേ, അവരെ കുറിച്ച് മറ്റുള്ളവർ പറയും അവർ ടെററിസ്റ്റുകളാണ് എന്ന്. പക്ഷേ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, അവരല്ലേ യഥാർത്ഥ വിശ്വാസികൾ? അവര് മുസ്ലിമീങ്ങളല്ലേ? അവര് ഇവിടെ ആക്രമിക്കപ്പെടുന്ന കശ്മീരികൾക്ക് വേണ്ടി ചോദിക്കാൻ വരുന്നവരല്ലേ? അവര് ഷഹാദത്ത് കലിമ ചൊല്ലിയവരല്ലേ? നമ്മുടെ മതം എന്താ പഠിപ്പിക്കുന്നത്? ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ കൊല്ലാൻ പാടില്ല. അപകടകരമാണ് ഈ വിദ്യാഭ്യാസം. എന്നിട്ട് പഠിപ്പിച്ചതെന്താ? നിങ്ങളിത് ചെയ്യണമെന്ന് മാത്രമല്ല, നിങ്ങൾ കാണാൻ പോകുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്ന കമ്മ്യൂണിറ്റിയോട് നിങ്ങൾ ഇത് പഠിപ്പിക്കുകയും വേണം. ഈ മതം വിട്ട പയ്യനും ഇസ്ലാമിനെയാണ് കരുവാക്കാൻ ശ്രമിക്കുന്നത്. എന്നാൽ അള്ളാഹു നോക്കണേ നിങ്ങൾ, അള്ളാഹു ഇവന് മറുപടി പറയിപ്പിച്ചത് ഇവരുടെ കൂട്ടത്തിൽ തന്നെയുള്ള ഒരാൾ ഇവൻക്ക് മറുപടി പറയുന്നത്. ഇതാ ഞാൻ പറഞ്ഞു, പരസ്പരം വൈരുദ്ധ്യം വരും. അത് നിങ്ങളൊന്ന് കേട്ടോക്കി. ഇവൻക്ക് മറുപടി ഇതാ അവൻ്റെ മുഖത്തടിച്ചതുപോലത്തെ ഒരു മറുപടി അവരുടെ കൂട്ടത്തിൽ തന്നെ വരുന്നത് കണ്ടോളൂ നിങ്ങൾ. അതാണ് അള്ളാന്റെ ദീനിന്റെ പ്രത്യേകത. എന്താ പറയാ, ആർമിയിൽ ചേരരുത് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ, ഒരു സംഭവം നമ്മൾ പഠിപ്പിക്കുക എന്ന് പറയുമ്പം ദാറ്റ് ഷുഡ് ബി ദ പാർട്ട് ഓഫ് സിലബസ് അല്ലെ. പഠിപ്പിക്കുക എന്ന് പറയുമ്പം അങ്ങനെയാണ്, സിലബസിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണല്ലോ നമ്മളെ പഠിപ്പിക്കുക, അല്ലാത്തത് നമ്മളോട് പറയുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതിന് ഒരു തെളിവ് വേണം എന്നുള്ള രീതിയിലായിരുന്നു ഞാൻ ആ പോസ്റ്റ് ഇട്ടത്. മാത്രമല്ല എസൻസ് ഗ്ലോബൽ കുറച്ചുകൂടെ ശ്രദ്ധ ചെലുത്തണമായിരുന്നു എന്നും ഞാൻ അതിൽ പറഞ്ഞു. അതിന്റെ പേരിൽ വലിയ തോതിലുള്ള കമന്റ്സ്, ഇറിറ്റേഷൻസ്, നമ്മളെ ജിഹാദി ചാപ്പകുത്തൽ, സ്വത്വബോധം ചാപ്പകുത്തൽ, അങ്ങനെ കുറെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ള 1-2 കാര്യങ്ങളുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനും ഇതേ വേദിയിൽ മതം വിട്ടു എന്ന് പ്രഖ്യാപിച്ച ഒരാളാണ്. പക്ഷേ ഇതിനുശേഷം എനിക്ക് പല ദുരനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം എനിക്ക് ഈ കുട്ടിയോടായാലും പറയാനുള്ളത്, നമ്മളെ കൊണ്ട് നടന്ന് ആഘോഷിക്കാൻ ഒരുപാട് പേരുണ്ടാവും. അറ്റ് ദ എൻഡ് നമ്മൾ ഒറ്റയ്ക്കാണ് എന്നുള്ള ബോധം എപ്പോഴും എല്ലാവർക്കും ഉണ്ടായിരിക്കണം. ഇപ്പൊ ഇസ്ലാം മതം വിട്ട ഒരാൾ കേട്ടല്ലോ സഹോദരന്മാരെ, മതം വിട്ട പയ്യനോട് മതം വിട്ട പെണ്ണ് പറയാണ് ഇസ്ലാമിനെതിരെ ഒരു കാര്യം പറയുമ്പോൾ, ആർമിയിൽ ചേരരുത് എന്നൊക്കെ പരസ്യമായി പറയുമ്പോൾ അതിന് വസ്തുനിഷ്ഠമായ തെളിവ് വേണം. തെളിവില്ലാതെ അവരുടെ പേരിൽ കളവ് ആരോപിക്കരുത് എന്ന് ആരാ പറയുന്നത്? മതം വിട്ട പെണ്ണ്. ഓൾക്കിതിൽ വല്ല വിശ്വാസവും ഇഖ്ലാസും ഉണ്ടോ? ഇല്ല. എന്നാലും അള്ളാഹു അവളുടെ വായ കൊണ്ട് ഈ വൈരുദ്ധ്യം പറയിപ്പിച്ചു. ഇവൻക്കുള്ള മറുപടി ഇവളെ കൊണ്ട് പറയിപ്പിച്ചു. അപ്പോൾ ഇതാണ് ഇസ്ലാമിനെ തൊട്ട് കളിച്ചാൽ, ഇസ്ലാമിനെതിരെ, യഥാർത്ഥ അഖീദക്കും വിശ്വാസങ്ങൾക്കും എതിരെ ആര് തൊട്ട് കളിച്ചാലും പരസ്പരം വൈരുദ്ധ്യത്തിൽ തന്നെ ചെന്ന് ചാടും. ഇനി ഈ സാജിദ് തിരുരങ്ങാടിയും ഇപ്പോ വൈരുദ്ധ്യത്തിൽ ചെന്ന് ചാടുന്നുണ്ട് എന്നത് ഒക്കെ വസ്തുനിഷ്ഠമായി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അവൻ വൈരുദ്ധ്യം പറയുന്നതൊക്കെ നമുക്ക് കേൾക്കാം. എന്നെ വിളിച്ചിട്ട് പറയണെന്ത് സാജിദ് നിർത്തണം. എന്താ അവർക്ക് പേടി? അനീഫ് കായക്കോടിനെ, KNM-മാരെ, മടവൂർ വിഭാഗത്തെ സുന്നിയാളെ പേടി. കാരണം എന്താ, ഞാൻ എവിടെയെങ്കിലും പോയി റൊക്കെ ചെയ്ത് എന്തെങ്കിലും വിശ്വാസം ഉണ്ടായാൽ വിസ്ഡം പണ്ഡിതൻ ചിന്നിറക്കിയെന്നും പറഞ്ഞ പ്രശ്നമാവൂലേ? അതിന് ഇന്നെ നേരത്തെ തന്നെ എന്ത് ചെയ്യുക, ഇത് നിർത്തിക്കുക. ഞാൻ പറഞ്ഞു, ഇത് മദ്ലൂമിനെ സഹായിക്കലാണ്. ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി പറഞ്ഞ പോലെ തൗഹീദിലേക്ക് ആളുകളെ കൊണ്ടുവരാനും ശിർക്ക് അവരെ ഒഴിവാക്കാനും പറ്റുന്ന വലിയൊരു ത്യാഗത്തിന്റെ മേഖലയാണ്. ഇത് 10 വർഷമായിട്ട് അനുഭവിച്ചറിഞ്ഞതുകൊണ്ട് ഞാൻ അന്ധവിശ്വാസത്തിന് വയലു പറയാനും ഞാൻ ഉണ്ടാവും. ഈ വിഷയം ഞാൻ ചെയ്യുന്നത് രണ്ടും കൂടി ഇതിനുള്ളിൽ നടക്കൂലാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്കിത് ഒഴിവാക്കാൻ പറ്റൂല. അങ്ങനെയാണെങ്കിൽ ഒരു രാജിക്കത്ത് എന്നിട്ട് സാജിദ് മാറി. അപ്പോൾ സഹോദരന്മാരെ, ഇദ്ദേഹത്തിന്റെ അതിരുവിട്ട ട്രീറ്റ്മെന്റും കാര്യം ചികിത്സയും റൊക്കിയും ഒക്കെ പിന്നെ സമയത്തിന് തന്നെ നോട്ട് ചെയ്യുകയും അദ്ദേഹത്തെ മാറ്റി നിർത്തേണ്ടതുപോലെ മാറ്റി നിർത്തുകയും ചെയ്ത സംഘടനയാണ് വിസ്റ്റം പഠിപ്പിച്ചതാണ്, വിസ്റ്റത്തിന്റെ ഉൽപ്പന്നമാണ് ഇയാൾ എങ്കിൽ ഇയാളെ വിസ്റ്റം പഠിപ്പിച്ച വിഷയം ചെയ്തതിന്റെ പേരിൽ ഇയാളെ മാറ്റി നിർത്തുമോ സഹോദരന്മാരെ? അപ്പോൾ അതന്നെ അവിടെ പൊളിഞ്ഞു. അപ്പോൾ ഇയാൾ ആ ഇന്റർവ്യൂവിൽ പറയുന്ന കാര്യം അതിന് ഇവിടെ ഇയാൾ തന്നെ മറുപടി പറഞ്ഞു. ആ മതം വിട്ട ആണിന് പെണ്ണാണ് മറുപടി പറഞ്ഞെങ്കിൽ ഇയാൾക്ക് മറുപടി ഇയാൾ തന്നെ പറയണത്. എന്തൊരു വൈരുദ്ധ്യം! ഇനി ഇയാള് 5 കൊല്ലമായിട്ട് KNM-ന്റെ മിമ്പറിൽ ഖുതുബ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഇദ്ദേഹം പറയുന്ന ഒരു വോയിസ് നിങ്ങളൊന്ന് കേട്ടു നോക്കി. എന്നിട്ട് നിങ്ങൾ വിലയിരുത്തി ഇദ്ദേഹം ഒക്കെ എന്തിനു വേണ്ടിയിട്ടാണ് ഈ രംഗത്തേക്ക് ഇറങ്ങി തിരിച്ചത് എന്നത് സത്യത്തിൻ്റെ പാതയിൽ നിന്ന് കൈവിട്ടവൻ്റെ വൈരുദ്ധ്യത്തിൻ്റെ
നിദർശനങ്ങൾ അള്ളാഹു ഇവിടെ ഓരോന്നും ബാക്കി വെച്ചിട്ടല്ലാതെ ഇവനെപ്പോലുള്ള ആളുകളെ ഒന്നും അങ്ങനെ വെറുതെ അല്ല വിടൂല. അതിൻ്റെ യഥാർത്ഥമായ തെളിവാണ് ഇനി നിങ്ങൾ കേൾക്കാൻ പോകണം. നിങ്ങളൊന്ന് കേട്ടോക്കി. ഇവരെ താങ്ങി നടക്കുന്ന ആളുകളും കൊണ്ടു നടക്കുന്ന ആളുകളും ഒക്കെ നല്ലപോലെ ഒന്ന് കാതു കൂർപ്പിച്ച് കേൾക്കണത് നല്ലതാ. റുക്കിയന്റെ വിഷയത്തിലും ജിന്നുകളോടുള്ള മുഖാത്തബന്റെ വിഷയത്തിലൊക്കെ ഇവരെ വാദപ്രകാരം ഒന്നും പറ്റൂല, ഒരു സംശയമില്ല. അതുകൊണ്ടാണ് ഇപ്പം ഞാൻ ഇവരോട് പറയലുണ്ടല്ലോ, എന്നെപ്പറ്റി മന്ത്രവാദി എന്ന് പറഞ്ഞു നടക്കുന്ന കേന്നന്മാരാണ് നിഫാ കുടിമ്പലൊക്കെ. എന്നിട്ട് ആ മന്ത്രവാദിയാണ് KNM രജിസ്റ്റേർഡായ പള്ളിയിൽ മെമ്പർമ കയറിയില്ല 5 കൊല്ലമായി. അപ്പോൾ ഇവരൊക്കെ നിലപാടെന്താ? കാരണം ഒരു ഭാഗത്ത് മന്ത്രവാദി എന്ന് പറയാം, നമ്മളെ ചികിത്സ പക്കാ ശിർക്കാന്ന് പറയാം. എന്നിട്ട് അതേ ആളുകൾ തന്നെ ഇപ്പോഴും നമ്മളെ കുത്തുബക്ക് നിലനിർത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നൊരു വൈരുദ്ധ്യം. അതിൻ്റെ ദയനീയത ഞാൻ അവരോട് തന്നെ പറയലുണ്ട്, അവിടുത്തെ ആൾക്കാർക്ക് തന്നെ അറിയാം. അപ്പം അത് ഓർക്ക് നമ്മളോട് അൽഹംദുലില്ലാഹ് ഒരു മുഹബ്ബത്ത് അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട്, അതുകൊണ്ട് നമ്മളെ മെമ്പർമാരുടെ തൗഹീദും കാര്യങ്ങളും നല്ല രൂപത്തിൽ പറയുന്ന നിലപാടൊന്നും മാറ്റേണ്ട ആവശ്യം നമുക്ക് വന്നിട്ടില്ല. അപ്പം അതല്ല ഞാൻ പറഞ്ഞത്. ഞാൻ ആ വിഷയത്തിൽ അവരെ ഒരിക്കലും സപ്പോർട്ട് ചെയ്ത് സംസാരിക്കല്ല, മനസ്സുകൊണ്ട് പോലും സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് പറ്റൂല. ഞാൻ അതല്ല പറയണത്. അപ്പോൾ സഹോദരന്മാരെ, ഇവരെ 2 പേരെയും കൃത്യമായി മനസ്സിലാക്കാൻ പറ്റാവുന്ന കോലത്തിലാണ് അള്ളാഹ് ഈ ചങ്ങാതിനെ കൊണ്ട് ഇത് പറയിപ്പിച്ചത്. അതായത് KNM എന്താണ്, ഈ സാജി തിരൂരങ്ങാടി എന്താണ്, KNMകാർ സാജി തിരൂരങ്ങാടിയെ ഈ 5 കൊല്ലമായിട്ടും എന്താണ് മന്ത്രവാദിയാണ് എന്ന് പറഞ്ഞ് നടക്കുകയാണ്. ഹനീഫ് കായക്കൊടി ആണെങ്കിലും വേറുള്ള ഒരാളാണെങ്കിലും ഒക്കെ ഇവനെ മന്ത്രവാദി എന്ന് വിളിച്ച് ആ നാടൊട്ടാകെ പ്രചരിപ്പിച്ച് നടക്കുമ്പോൾ അവരുടെ തന്നെ പള്ളിയിൽ ഖതീബായിട്ട് ഇവൻക്ക് അവസരം കൊടുക്കുക. അപ്പോൾ ഇവർക്ക് മന്ത്രവാദത്തോടും റുക്കിയ ട്രീറ്റ്മെൻറ്റിനോടും അടിചികിത്സയോടൊക്കെ എന്തെങ്കിലും ഒരു തരത്തിൽ ഒരു വിരോധമുണ്ടോ? ഇല്ല എന്നത് വാക്കും പ്രവൃത്തിയും തമ്മിൽ ബന്ധമില്ലാത്ത ആളുകൾ വരും എന്ന് പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ അനർത്ഥമാവുകയില്ലേ ഇവിടെ? ഇനി ഈ ചങ്ങാതിയുടെ വിഷയം എടുക്കുകയാണെങ്കിലോ, ഈ ചങ്ങാതിക്ക് എന്തെങ്കിലും ഒരു പേഴ്സണാലിറ്റിയോ വ്യക്തിത്വോ ഒരു ആദർശത്തോടൊരു പ്രതിബദ്ധതയുണ്ടോ? അവനെ മന്ത്രവാദി എന്ന് വിളിക്കുന്നു എന്നറിഞ്ഞിട്ടും ആ സംഘടനയുടെയും ആ ആളുകളുടെയും കൂടെ അവരുടെ പള്ളിയിൽ പോയി ഖുത്ബ പറയണമെങ്കിൽ അവൻ്റെ ഉദ്ദേശം എന്താ, താല്പര്യം എന്താ? അവൻക്ക് ആര് എന്ത് വിളിച്ചാലും ഒരു കുഴപ്പമില്ല, അവൻക്ക് അവൻ്റെ ഒജീനം നടക്കണം എന്നത് അദ്ദേഹം അവിടെ വ്യക്തമായി നമുക്ക് പറയുന്നു, അത് കേൾക്കുന്നു. സഹോദരന്മാരെ, ഇതൊക്കെ നമ്മളെ കയ്യിൽ കിട്ടുന്നത് എന്തുകൊണ്ടാണ്? ഇതുപോലെ ഒരവസരം വരുമ്പോൾ നമുക്കെടുത്ത് പ്രയോഗിക്കാൻ തന്നെ. അപ്പോൾ സഹോദരന്മാരെ, ഇതൊക്കെയാണ് അവസ്ഥ. ഇനിയും കൂടുതൽ ഇതുപോലുള്ള സംഗതികൾ സമൂഹ മധ്യത്തിൽ എടുത്തിടിപ്പിക്കരുതെന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത്. ഇന്നും കൂടെ എൻ്റെ അടുത്ത് വന്നത് KNMന്റെ കൊടക് ഭാഗത്തു നിന്ന് KNMന്റെ പിന്നെ അവിടുത്തെ പള്ളിയിലെ നേതൃത്വം വഹിക്കുന്ന ഒരാളാണ്. അയാളെ പെങ്ങളെ മകളായിട്ട് വന്നു. ആ പള്ളിയിലെ ഖുത്ബ പറയുന്ന ആൾ എന്നൊക്കെ പറഞ്ഞാൽ KNMലെ വലിയൊരു ഗർജസിംഹമാണ്. അപ്പോൾ കേട്ടില്ല സഹോദരന്മാരെ, ഈ ചങ്ങാതിയുടെ അടുത്ത് KNMകാരും പോയിട്ടുണ്ട്. മറ്റേ ഇന്റർവ്യൂവിൽ എന്താ പറയുന്നത്? KNMമാർ അങ്ങോട്ടൊന്നും വരൂല, അവർക്ക് കൃത്യമായിട്ട് എന്താ പിന്നെ ചെയ്യേണ്ടത് എന്ന് കൃത്യമായി KNM പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ എന്ന് അവിടെ കളവ് പറഞ്ഞ്. ഇവിടെ എന്താ പറയുന്നത്? KNMകാരൻ ഇന്നും കൂടി എൻ്റെ അടുത്ത് വന്നു. അവിടെ KNMന്റെ പള്ളിയിലെ പിന്നെ ഖുത്ബ പറയുന്ന വലിയൊരു സിംഹം അവരുടെ പെങ്ങളെ കുട്ടിനെയും കൂട്ടിയിട്ട് എൻ്റെ അടുത്ത് വന്നു. എന്തിനു വേണ്ടിയിട്ട് ഞങ്ങളുടെ അടുത്ത് വന്നത്? റുക്കിയ ചെയ്യാനാണോ അല്ല മന്ത്രവാദം ചെയ്യാനാണോ? അതൊക്കെ സാലിഷ് ഇൻഷാ അല്ലാഹ് നിങ്ങൾ അടുത്ത ഇൻ്റർവ്യൂവിൽ പറഞ്ഞാൽ മതി. അപ്പോൾ നാണമില്ലല്ലോ സഹോദരന്മാരെ, ഈ സാലിഷിനും അനസിനും കായക്കൊടിക്കൊന്നും ഏത് ചവറ് കിട്ടിയാലും വാരിപ്പുണരാൻ ഒരു ഉളുപ്പുമില്ലാത്തൊരവസ്ഥയിലേക്ക് അതപ്പതിച്ചു പോയല്ലോ സഹോദരന്മാരെ നിങ്ങൾ. ഇപ്പോൾ ഇദ്ദേഹം പറയുന്നുണ്ട് അരമന രഹസ്യം അങ്ങ് പുറത്താക്കും, അതിങ്ങനെ പുറത്താക്കും എന്നിങ്ങനെ പറഞ്ഞ് കുരക്കും പട്ടി കടിക്കാറില്ല എന്നൊരു തത്വമുണ്ട്. അങ്ങനെ പൊതുവെ നമ്മളെല്ലാവരും പറയാറുള്ളതാണ് കുരക്കും പട്ടി കടിക്കാറില്ല എന്ന്. കാരണം ഇത് ഞാൻ പറയാൻ കാരണം, ഇതിനു മുമ്പ് ഒരുത്തം പോയി, നമ്മളെ റഹ്മാനി പോയിട്ട് ഞാൻ പറയാണ്, ഞാൻ ഒരു ഓട്ടോറിക്ഷ എടുത്തിട്ട് വരും, നാടായ നാടുകളിൽ ഞാൻ പ്രസംഗിച്ചിടത്ത് ഒക്കെ ഞാനിതൊക്കെ തിരുത്തി പറയും എന്ന് പറഞ്ഞിട്ട് നമ്മളാരും ആ ഓട്ടോറിക്ഷയും കണ്ടിട്ടില്ല, ആ വ്യക്തിനും പിന്നെയും കണ്ടിട്ടില്ല. അപ്പം നമ്മളത് ഇതുപോലെ പറയാനുള്ളതൊക്കെ കണ്ട് പറഞ്ഞാൽ മതി. അങ്ങനെ പറയും എന്ന് പറഞ്ഞ് കാത്തിരിക്കൊന്നും വേണ്ട, നിങ്ങൾ പറയാനുള്ളതൊക്കെ കണ്ട് പറയും. അപ്പോൾ ഞങ്ങൾ വൈരുദ്ധ്യങ്ങളുടെ ഇങ്ങനെ മാലപ്പടക്കം ഇങ്ങനെ ഓരോന്നോരോന്നാക്കിയിട്ട് നിങ്ങൾ അങ്ങോട്ട് കേൾപ്പിച്ചു തരും. അപ്പോൾ ഇതാണ് യാഥാർത്ഥ്യം സഹോദരന്മാരെ. ഇന്ന് ഇപ്പറയുന്ന റുഖിയ ശറയ്യ എന്ന് പറയുന്ന ഈ വിഷയവുമായി മടവൂരികൾ KNM നമ്മളും തമ്മിൽ പിളരുന്നതിന് മുമ്പ് ജമാൽ ചെറുവാടിയുടെ വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ട് ആക്ഷേപിച്ച സമയത്ത് കൊടുത്തൊരു മറുപടി ഉണ്ട്.
അതായത് ഇവിടെ ഇന്ന് ഇവർ ആക്ഷേപിക്കുന്ന ആക്ഷേപങ്ങളൊന്നും പുതിയതല്ല. ഈ സാജിദ് തിരുരങ്ങാടിയുടെ സംഭവങ്ങളും ഒന്നും പുതിയതല്ല. ഇതിന് ഇതേപോലെ മുമ്പ് എന്തുണ്ടായിട്ടുണ്ട്? പുളിക്കൽ വെച്ച്, അതുപോലെ കൊടിയത്തൂർ വെച്ചൊക്കെയുള്ള സംഭവങ്ങൾ നിരന്തരം യൂട്യൂബിലും പത്രത്തിലും ഒക്കെ വന്നിട്ടും ഇസ്ലാഹി പ്രസ്ഥാനത്തിന് എന്തെങ്കിലും സംഭവിച്ചോ? പച്ചക്കളവുകൾ, വസ്തുതയില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിച്ച ആളുകൾക്ക് അവർ സമൂഹത്തിൽ നിന്ദ്യരായി എന്നല്ലാതെ ഇവിടെ ഇസ്ലാഹ് പ്രസ്ഥാനത്തിൻ്റെ ആദർശത്തിനോ അല്ലെങ്കിൽ അതിൻ്റെ കൂട്ടായ്മക്കോ ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. അതൊക്കെ അതിനനുസരിച്ചുള്ള ഒരു നിലവാരത്തിലെ ജനങ്ങൾ അതിനൊക്കെ കാണുകയുള്ളൂ. അതൊക്കെ ഈ ഒരു നിലവാരത്തിലേക്ക് മതം വിട്ട പെണ്ണും ആണും ഒക്കെ ഏതൊരു നിലവാരത്തിലേക്കാണോ പോകുന്നത് ആ ഒരു നിലവാരത്തിലേക്ക് ആളുകൾ അതൊക്കെ എടുക്കുകയുള്ളൂ. ആളുകൾക്ക് ഉത്ബുദ്ധരാണ്. ഇന്ന് എല്ലാവിധ സംവിധാനങ്ങളും പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെയുള്ള ഈ കാലത്ത് ഇത്തരം ഈ കോപ്രായങ്ങളും പ്രലോഭനങ്ങളും പ്രകോപനങ്ങളൊന്നും കണ്ടിട്ട് ആരും ആരുടെ കൂടെയും പോകുമെന്നൊന്നും വിചാരിക്കേണ്ടതില്ല എന്നാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് പണ്ട് ഈ വിവാദങ്ങളുള്ള സമയത്ത് ജമാൽ ചെറുവാടിയെ ന്യായീകരിച്ചുകൊണ്ട് ഇവരുടെ തലതൊട്ടപ്പന്മാരായ ആളുകൾ അന്ന് മടവൂരികൾ കുപ്രചരണം നടത്തിയപ്പോൾ ഹക്കും ബാത്തിലും കൂട്ടിക്കലർത്തി ഒരുപാട് ആരോപണങ്ങളുടെ ആക്ഷേപങ്ങളുമായി നാട് നീളെ കളവ് പറഞ്ഞു നടന്നപ്പോൾ അന്ന് കൊടുത്ത 2 മറുപടി കേട്ടോളി നിങ്ങൾ. ഔഡിയും കേട്ടാൽ നിങ്ങൾക്ക് ഏകദേശം ഇതിൻ്റെ ഒരു പിക്ചർ. ഇനിയിപ്പോൾ നമ്മൾ സാജിദ് തിരുരങ്ങാടി ഇതിനേക്കാൾ അപ്പുറത്തൊന്നും പറയാനില്ല എന്ന് നമുക്കറിയാം. അതുകൊണ്ട് പറഞ്ഞിങ്ങനെ കാത്തുക്കണ്ട, പറയാനുള്ളൊക്കെ അത് പറഞ്ഞാളി. എന്നിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് അതിനെക്കുറിച്ച് നമുക്ക് പഠനം നടത്താം, വിലയിരുത്താം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും. മടവൂരികൾ അതൊരു വഞ്ചനയാണ് ചെയ്തിട്ടുള്ളത്. ഇതുപോലെയുള്ള നൂറുകണക്കിന് വഞ്ചനയുടേതാണ് അവരുടെ കേസറ്റുകൾ മുഴുവനും എന്ന് നിങ്ങൾ അറിയേണ്ടതുണ്ട്. ഒരു വ്യക്തി ആരെയാണ് നിങ്ങൾ അഭിസംബോധനം ചെയ്യുകയോ ഇന്റർവ്യൂ ചെയ്യുകയോ ചെയ്യേണ്ടത്? പണ്ഡിതന്മാരുടെ അടുക്കൽ നേരെ മുഖത്തോട് മുഖം ചെന്ന് ചോദിക്കുക, സിഹറിനെ കുറിച്ച് ഇസ്ലാമിക വിധി എന്താണ് എന്ന്, കേരള നെടുവത്തുൽ മുജാഹിദീൻ വെച്ച് പുലർത്തുന്നതായ ആശയാദർശം എന്താണ് എന്ന് ചോദിക്കുക. ആ നിലക്ക് പണ്ഡിതോചിതമായ ഫത്വകളാണ് നിങ്ങൾ അന്വേഷിക്കേണ്ടത്. ഒരു സാധാരണക്കാരനായ ജമാലിനെ പിടിച്ച് കാറിൽ കയറ്റി അയാളുടെ സംസാരങ്ങൾ ചോർത്തെടുത്ത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പരിഹാസ്യമായ രീതിയിൽ വിതരണം ചെയ്യുന്ന മടവൂരികൾ വ്യക്തിപരമായ തേജോവധമാണ് നിങ്ങൾ ചെയ്യുന്നത്. ഇത് അദ്ദേഹത്തിൽ മാത്രം പരിമിതമല്ല. നിങ്ങൾ ആലോചിക്കണം അതിന്റെ പൂർണ്ണമായ സ്വഭാവം, അതിന്റെ രൂപം സലഫി വ്യക്തമാക്കുമെന്ന് എനിക്കറിയാം. ഇതുപോലെ തന്നെയാണ് എടവണ്ണ ജമീല ടീച്ചറെയും ചോർത്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ആളുകൾ അഭിനയിച്ചു വരികയാണ്. നിങ്ങൾ ആലോചിക്കണം, എനിക്ക് ഇപ്പോൾ പേടി തോന്നുന്നത് മടവൂരികളായ വല്ല വ്യക്തികളും കേരള നേതൃത്വത്തിൽ മുജാഹിദിന്റെ പ്രവർത്തകരുടെ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ അവരുടെ കയ്യിലുള്ള ചോർത്തെടുക്കുന്ന എന്തെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിച്ചിട്ട് മാത്രം നിങ്ങൾ മറുപടി പറയാൻ കഴിയുള്ളൂ. അത്രയും അധികം വാർത്തകൾ ചോർത്തെടുക്കുന്ന ജാസൂസ് എന്ന ഖുർആൻ പറഞ്ഞു, വല തജസ്സസു, ചോർത്തെടുക്കരുത്, ചുഴഞ്ഞന്വേഷിക്കരുത് എന്ന്. ആ ഖുർആനിന്റെയും പ്രവാചകന്റെയും സന്ദേശത്തിന് വിരുദ്ധമായി വ്യക്തികളെ തേജോവധം ചെയ്യുവാൻ വേണ്ടി ചോർത്തെടുക്കുന്ന കള്ളപ്രചരണം നടത്തുന്നുണ്ട് എന്ന് വ്യക്തമായ ബോധ്യബന്ധത്തിന്റെ പേരിലാണ് ഈ ഒരു വശം പറയുവാൻ ഞാൻ നിർബന്ധിതനായിരിക്കുന്നത് ഈ പ്രദേശത്തുകാരൻ എന്ന നിലക്ക്. ജമാലിനെ കുറിച്ച് എനിക്കറിയാം. ഇവിടെ ദാമ്പത്യ ബന്ധം ചോർന്നു പോകുന്ന, തകർന്നു പോകുന്ന രംഗങ്ങൾ ചെറുവാടിയിൽ വരെ ഉണ്ടായിട്ടുണ്ട്. അവിടെ ഓടിയെട്ടി എന്നിട്ട് ആരും പറഞ്ഞിട്ട് എത്ര പഞ്ചായത്ത് പറഞ്ഞിട്ടും യോജിക്കാത്ത ഭർത്താവിനെയും ഭാര്യയെയും യോജിപ്പിക്കുവാൻ അദ്ദേഹത്തിന്റെ നാക്കുകൾക്ക് കഴിഞ്ഞു. അവർ സൗഹാർദ്ദത്തോടുകൂടി ഭാര്യ ഭർത്താക്കന്മാരായി ഇന്ന് ജീവിക്കുന്നതിന്റെ അതിൻ്റെതായ അനുഭൂതി ആ കുടുംബം അനുഭവിക്കുകയാണ് അവന്റെ പ്രയത്നം കൊണ്ടാണ്. ഇത് നിസ്സാരമാണോ? അതൊരു കൗൺസിൽ സ്വഭാവം എന്ന നിലക്ക് ആ വ്യക്തി ചെയ്യുന്നതാണ്. അവിടെയെല്ലാം തന്നെയും പ്രചരിപ്പിക്കുകയാണ് ജിന്നിറക്കാൻ വേണ്ടി പോവുകയാണ് എന്ന്. ഇങ്ങനെ ഒരു കൗൺസിൽ ഞാൻ നേരിട്ട് കണ്ട ഒരു അനുഭവം പറയട്ടെ. അതേപോലെ തന്നെ സ്നേഹിതൻ ജമാലിനെ സംബന്ധിച്ച് അത് ഇനി ഇവിടെ ആവർത്തിക്കേണ്ട ഒരാവശ്യമല്ല. ഇസ്മായിൽ ടി മദനി അത് വളരെ വ്യക്തമായി ഇവിടെ പറയുകയും ചെയ്തു. ഈ ജാതി കള്ളപ്രചരണങ്ങളല്ലാതെ വസ്തുനിഷ്ഠമായി മാന്യമായി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് പറയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ നിഷ്പക്ഷമായി